നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SSC RRB പരീക്ഷകൾക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ നിന്നുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ പ്രിയാമ്പിൾ, യൂണിയൻ ആൻഡ് ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP ഇതിനൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ വഴി തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് കാണാത്തവർ തീർച്ചയായിട്ടും മുന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിലോട്ട് വരിക. അങ്ങനെ കൃത്യമായിട്ടൊരു പാറ്റേണിൽ പോവുകയാണെങ്കിൽ എന്താണ് നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ടെലിഗ്രാമിൻ്റെ ലിങ്കും താഴെ ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതുവഴി ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേഷൻ ഞങ്ങൾ അതുവഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പരീക്ഷകൾക്ക് സഹായകമാവുന്ന എല്ലാ തരത്തിലുള്ള മെറ്റീരിയലും ഞങ്ങൾ അതുവഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്, അതായത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് എന്നാ ചോദിച്ചെന്ന് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അമേരിക്ക, ജപ്പാൻ, റഷ്യ, ബ്രിട്ടൻ. നമുക്കറിയാം റഷ്യ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ USSR എന്നും എന്താണ് കാണാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെർ ആഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് ഏത് വർഷത്തിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ആഡ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1976 42nd അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വർഷം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം 1976 എന്നും, അമെൻമെൻറ്റ് ഏതാ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഏതാണ്? 42ാമത്തെ അമെൻമെൻറ്റ് ആക്റ്റും എന്നുള്ളതാണ്. ഉത്തരം എ 1976. 3. At present, how many fundamental duties are in the Constitution of India? ഇപ്പോൾ നിലവിൽ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിലുള്ളത് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ആൻസർ ഡി ആണ് ഉത്തരം. 4. ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഗിവൺ ഇൻ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിളിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആർട്ടിക്കിൾ 19 അല്ല, ആർട്ടിക്കിൾ 19 നമ്മുടെ 6 അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 36 50 ഒക്കെ DPSP, 12 മുതൽ 35 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 51A ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ബി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റി അഡ്വക്കേറ്റഡ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആര് എന്നാണ് ചോദ്യം. ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ആൻസർ ഡി. 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി? ഇതിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ മൗലിക കടമയല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സേഫ് ഗാർഡിങ് പബ്ലിക് പ്രോപ്പർട്ടി ഇതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ടു ഒബേ ദ പാരൻസ്, ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണോ അല്ലയോ നമുക്ക് നോക്കാം. ടു മേക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ 6 to 14 years ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ടു സ്പ്രെഡ് ബ്രദർഹുഡ് എമംഗ് ദ പീപ്പിൾ അഥവാ ഫെർട്ടേണിറ്റി, അതും എന്താണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഇതിൽ ടു ഒബേ ദ പാരൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല. കാരണം എന്താണ്? മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളൊരു വാക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ പറഞ്ഞിരിക്കുന്ന പാരൻസ് എന്ന വാക്കല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല. ആൻസർ ബി ആണ്. വിച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വാസ് പാസ്ഡ് ടു പ്രൊവൈഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years? അതായത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞ അമെൻമെൻറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം
ആൻസർ സി ആണ്. 86ാമത്തെ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിതിൽ പഠിച്ച കാര്യങ്ങൾ നോക്കാം. എന്താണ് ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മനസ്സിലായി വെച്ചാൽ എന്തൊക്കെയാണ് മനസ്സിലായത്? 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് എന്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ നിലവിൽ വരുന്നത്. അത് ആരുടെ റെക്കമെൻഡേഷൻ മൂലമായിരുന്നു? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ മൂലമാണ് എന്ത് അത് നിലവിൽ വന്നത്. അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലവിൽ വരുമ്പോൾ അതിൽ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 11ാമത് എന്ത് ആഡ് ചെയ്തു? ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തു. 86ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 2002 അത് ആഡ് ചെയ്യുന്നത്. എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക? നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ 11ാമതായി ആഡ് ചെയ്ത ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ബോറോവഡ് ഫ്രം USSRൽ നിന്നാണ് എന്താണ് കടം കൊണ്ടിരിക്കുന്നത്. ഇതിനെന്താണ് മാൻഡമസ് എന്തല്ല അപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ ഇതെന്താണ് എക്സ്ക്ലൂസീവ്ലി ടു സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ SSC RRB പോയിന്റിൽ നിന്ന് നമുക്ക് എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും തുടർന്നും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.